റെയിൽവേ വിഷയത്തിൽ കാലങ്ങളായി കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണന ഇപ്പോഴും തുടരുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്രം സംസ്ഥാനത്തോട് കാട്ടുന്നത് കേട്ടുകേൾവിയില്ലാത്ത വിവേചനമാണെന്നും മുഖ്യമന്ത്രി. കഞ്ചിക്കോട് റെയിൽവേ ഫാക്ടറി ഉപേക്ഷിക്കാനുള്ള കേന്ദ്ര നീക്കത്തിനെതിരെ ദില്ലിയിലെ റെയിൽവേ ഭവന് മുന്നിൽ LDF എംപിമാർ നടത്തുന്ന ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. 36 വർഷത്തെ വാഗ്ദാന ലംഘനമാണ് പാലക്കാട് കോച്ച് ഫാക്ടറിയുടെ കാര്യത്തിലുള്ളതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒരു നാടിനോടും ജനങ്ങളോടും BJP സർക്കാർ തുടരുന്ന ശത്രുതാപരമായ നിലപാട് അവസാനിപ്പിക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. 36 വർഷത്തെ വാഗ്ദത്ത ലംഘനത്തിന്റെ ഭാഗമാണ് ഇത്. കേരളത്തിലെ ജനങ്ങളെ ശിക്ഷിക്കലല്ലേ? നമ്മുടെ രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തിന് ചേരാത്ത സമീപനമല്ലേ? ജനാധിപത്യ രീതി അംഗീകരിക്കാത്ത നിലയല്ലേ ഇക്കാര്യത്തിലുള്ളത്? ഒരു നാടിനെ പീഡിപ്പിക്കാൻ പാടുണ്ടോ? ഒരു നാടിനെ ശത്രുവായി കാണാൻ പാടുണ്ടോ? പാലക്കാട് കോച്ച് ഫാക്ടറി വേണ്ടെന്ന നിലപാടാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയലിനുള്ളത്. എന്നാൽ ഹരിയാനയിലും ഉത്തർപ്രദേശിലും പുതിയ കോച്ച് ഫാക്ടറി തുടങ്ങാനുള്ള കേന്ദ്ര സർക്കാർ നിലപാട് ജനാധിപത്യ വിരുദ്ധമാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ഹരിയാനയിലാവാം, ഉത്തർപ്രദേശിലാവാം, അതോ പുതിയ കോച്ച് ഫാക്ടറികളാവാം, എന്നാൽ കേരളത്തിലായിക്കൂടാ എന്ന നിലയാണ്. എന്താണ് ഇതിന് കാരണം? കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് ഭരിക്കുന്നു, മറ്റ് രണ്ടിടത്തും BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഭരിക്കുന്നു. ഇങ്ങനെയാണോ നമ്മുടെ രാജ്യം മുന്നോട്ട് പോകേണ്ടത്? റെയിൽവേക്ക് കോച്ച് നിർമ്മിക്കാൻ പുതിയ ഫാക്ടറിയുടെ ആവശ്യമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി കേന്ദ്ര റെയിൽവേ മന്ത്രാലയം മരവിപ്പിച്ചത്. ഇത് വിവേചനപരമായ നിലപാടാണെന്ന് പാലക്കാട് MP MB രാജേഷ് ആരോപിച്ചു. അസാധാരണമായ വിവേചനം കേരളത്തോട് കേന്ദ്ര സർക്കാർ കാണിച്ചതാണ്. കഴിഞ്ഞ UPA സർക്കാരും അതിനു മുമ്പുള്ള കോൺഗ്രസ് സർക്കാരുകളും തുടർന്ന അതേ വഞ്ചനാപരമായ നയം ഈ മോദി ഗവൺമെന്റും നടത്തിയിരിക്കുകയാണ്. ഇതേ ആവശ്യവുമായി UDF MPമാർ ജൂൺ 25-ന് റെയിൽവേ ഭവനിലേക്ക് ധർണ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. മാർ ജോർജ് ആലഞ്ചേരി അങ്കമാലി അതിരൂപത അഡ്മിനിസ്ട്രേറ്റർ സ്ഥാനം ഒഴിഞ്ഞു. മാർ ജേക്കബ് മേനാന്തോടത്ത് പുതിയ അഡ്മിനിസ്ട്രേറ്റർ. ഭൂമി ഇടപാടിൽ ആലഞ്ചേരിക്കെതിരെ ഉയർന്ന ആരോപണത്തെ തുടർന്നായിരുന്നു തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ സിബി ചേരുകയാണ്. സിബി, ഏറെ വിവാദങ്ങൾക്കൊടുവിലാണ് ഇത്തരമൊരു തീരുമാനം വന്നിരിക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ സിബി. ജോർജറ്റ്, ഇപ്പോൾ ഈ സഭയുടെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള നിരവധി ആരോപണങ്ങൾ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്കെതിരെയും പൊതുവെ സഹായ പത്രമാർക്കെതിരെ എല്ലാം വന്നിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് വത്തിക്കാൻ ഈ കടുത്ത നടപടിയുമായി മുന്നോട്ട്. ഇപ്പോൾ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്ക് തൊട്ടു താഴെയായി ഒരു അഡ്മിനിസ്ട്രേറ്റീവ് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ നിയമിച്ചുകൊണ്ടാണ് ഉത്തരവായിരിക്കുന്നത്. പാലക്കാട് രൂപത മെത്രാനായിരുന്ന മാർ ജേക്കബ് മർത്തോടത്താണ് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായി നിയമിക്കപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള കർദിനാളിനെതിരെ അതിശക്തമായ രീതിയിൽ സഭയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പ്രതികരിച്ച, അല്ലെങ്കിൽ കർദിനാളിനെ പ്രതികൂലിച്ചുകൊണ്ട് നിലപാടെടുത്ത സഹായ പത്രന്മാരായ സെബാസ്റ്റ്യൻ എടേലത്ത്, ജോസ് മുത്തമ്മിക്കൽ എന്നിവരുടെ അധികാരങ്ങൾ എടുത്ത് മാറ്റിക്കൊണ്ട് തന്നെ ഒരു ഉത്തരവും നിയമിച്ചിട്ടുണ്ട്. നിലവിൽ ഭരണപരമായ ഒരു ചുമതലയും അവർക്ക് ഉണ്ടായിരിക്കില്ല. ഈ ചുമതല എല്ലാം തന്നെയും ഈ അഡ്മിനിസ്ട്രേറ്റീവിന്റെ കീഴിലായിരിക്കുമെന്നാണ് ഇപ്പോൾ പുതിയ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ഈ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്കെതിരെ ഈ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും അധികം സഭയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് എതിർത്ത രണ്ട് വ്യക്തികളായിരുന്നു ഈ സഹായ പത്രമാർ. ഇവർക്കെതിരെ ഒരു ഈ കർദിനാളിനെ അനുകൂലിക്കുന്ന വിഭാഗം വിശ്വാസികൾ വലിയ പ്രതിഷേധവുമായി വന്നിരുന്നു. മാത്രമല്ല, ഇതിനെതിരെ ഒരു സംഘടന രൂപം കൊടുത്ത AMT എന്ന ഒരു സംഘടന രൂപം കൊടുത്തിരുന്നു. ഈ സംഘടനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചതും ഈ സഹായ പത്രന്മാരാണെന്ന ആരോപണം ഉയർന്നിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇവർക്ക് നൽകിയ അധിക ചുമതല എല്ലാം തന്നെ മാറ്റിക്കൊണ്ട്, ഭരണപരമായ എല്ലാ ചുമതല മാറ്റിക്കൊണ്ട് ഈ അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലേക്കാണ് ഇപ്പോൾ ഈ ചുമതല കേന്ദ്രീകരിച്ചിരിക്കുന്നത്. നിലവിൽ ഈ സിറോ മലബാർ സഭയുടെ ആർച്ച് ബിഷപ്പായി തന്നെ അദ്ദേഹം ഈ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി തുടരുമെങ്കിലും അദ്ദേഹത്തിന് തൊട്ടുതാഴെ ഒരു അഡ്മിനിസ്ട്രേറ്റർ പദവിയിലേക്ക് ഈ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായി പാലക്കാട് ബിഷപ്പിനെ നിയമിച്ചുകൊണ്ട് ഉത്തരവായിരിക്കുന്നു. അദ്ദേഹത്തിന് പാലക്കാട് ചുമതല ഉള്ളപ്പോൾ തന്നെയും അദ്ദേഹത്തിന് അധിക ചുമതലയായി ഇവിടെ ഈ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായി അദ്ദേഹത്തെ നിയമിക്കുകയും ചെയ്തിരിക്കുന്നു. എന്നാലും ഇദ്ദേഹത്തിനായിരിക്കും ഇനി ഈ ഭരണപരമായ എല്ലാ ചുമതലയും. മദ്യപാലന ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ആലോചന സമിതി ഉൾപ്പെടെ സാമ്പത്തികാര്യ സമിതി ഉൾപ്പെടെ എല്ലാ ചുമതലയും നിർവഹിക്കുക അദ്ദേഹമായിരിക്കും. ഇപ്പോൾ ഈ ചുമതല വഹിച്ചുകൊണ്ടിരുന്ന സഹായ മെത്രാന്മാരായ ആളുകൾ, അതായത് മാർ സെബാസ്റ്റ്യൻ എടേലത്ത്, അതുപോലെ തന്നെ ജോസ് പുത്തമ്മിക്കൽ ഉൾപ്പെടെയുള്ളവരെ ഈ അധികാര ചുമതലയിൽ നിന്ന് നീക്കുകയും ചെയ്തിട്ടുണ്ട്. ജോർജിറ്റ്.
അതായത് ആരോപണ വിധേയരെയും ആരോപണം ഉന്നയിച്ചവർക്കെതിരെയും ഒരു നടപടി എന്ന നിലയിലാണ് ഇതിനെ കാണാനാകുക. ഇതോടെ ഈ വിവാദങ്ങൾക്ക് ഒരു പരിധിവരെയെങ്കിലും പരിഹാരമാകാനുള്ള സാധ്യതയാണോ ഉള്ളത്? ഇതിൽ ഈ ഭൂമി വിഷയവുമായി ബന്ധപ്പെട്ടുള്ള നിരവധി പരാതികൾ വത്തിക്കാനിലേക്ക് ചെന്നിരുന്നു. ഇതിൽ വത്തിക്കാൻ ഒരു സമാന്തരമായ അന്വേഷണവും നടത്തിയിരുന്നു. ഈ അന്വേഷണത്തിന്റെ ഒരു പ്രാഥമിക ഘട്ടം എന്ന നിലയിലാണ് ഇപ്പോൾ ചില നടപടിക്രമങ്ങളിലേക്ക് വത്തിക്കാൻ നീങ്ങിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ കർദിനാൾ മാർ ജോർജ് ആൽഞ്ചേരിയുടെ കീഴിലായിരുന്നില്ല നിലവിൽ ഈ അഡ്മിനിസ്ട്രേറ്റീവിന് ഒരു അധ്യക്ഷനായി അദ്ദേഹം ഇപ്പോഴും തുടരുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുക എന്നതിനപ്പുറമായി ഈ സഹായമെത്രാന്മാരായ, അതായത് കർദിനാൾ മാർ ജോർജ് ആൽഞ്ചേരിക്കെതിരെയും സഭയേറെ പ്രതിരോധത്തിലാക്കിയ ഈ സഹായമെത്രമാർക്കെതിരെയുമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നടപടി എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇവരുടെ അധികാര കേന്ദ്രങ്ങളാണ് ഇപ്പോൾ എടുത്തു മാറ്റിയിരിക്കുന്നത്. ഭരണപരമായ രീതിയിൽ ഇവർ സഹായമെത്രമാരായി തുടരുമെങ്കിലും ഭരണപരമായ രീതിയിൽ ഒരു അവകാശം അല്ലെങ്കിൽ ഒരു നടപടിക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അവകാശം ഇല്ലെന്നുണ്ടെങ്കിലും അധികാരം ഇല്ലെന്നുണ്ടെങ്കിലും അധികാര കേന്ദ്രങ്ങൾ ഇല്ലെന്നുണ്ടെങ്കിലും എടുത്തു നീക്കൊണ്ട് വെറും സഹായമെത്രമാരായി തുടരുന്ന അവസ്ഥയിലേക്ക് ഈ രണ്ടുപേരെയും, അതായത് ഈ കർദിനാളിനെ പ്രതികൂലിച്ച ഇരുന്ന ഈ രണ്ട് സഹായമെത്രമാരെ മാറ്റി എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇനിയും ചില തുടർ നടപടികൾ ഉണ്ടാകുമെന്ന സൂചനയാണ് ലഭിച്ചിരിക്കുന്നത്. അല്പസമയം മുമ്പ് തന്നെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലേക്ക് വന്നാൽ പാലക്കാട് ബിഷപ്പ് നമ്മളോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് തന്റെ ചുമതലകൾ തന്നെ ഏൽപ്പിക്കുന്ന ചുമതലകൾ കൃത്യമായി നിർവഹിക്കും, എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു വരികയാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ ഒരു പ്രതികരണവും അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ കർദിനാൾ മാർ ജോർജ് ആൽഞ്ചേരിയുടെ ഈ ബിഷപ്പ് പോസ്റ്റ് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വത്തിക്കാൻ കൃത്യമായ രീതിയിൽ തന്നെ ഈ കാര്യങ്ങളിൽ ഇടപെട്ടു വരുന്നു എന്നുള്ള ഒരു സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. മാർ ജോർജ് ആലഞ്ചേരി അങ്കമാലി അതിരൂപത അഡ്മിനിസ്ട്രേറ്റർ സ്ഥാനം ഒഴിഞ്ഞു. മാർ ജേക്കബ് മേനന്തോടത്ത് പുതിയ അഡ്മിനിസ്ട്രേറ്ററായി ചുമതലയേറ്റു. തന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ കൃത്യതയോടെ നിർവഹിക്കുമെന്ന് അദ്ദേഹം പ്രതികരിച്ചു. വിവരങ്ങളാണ് സിബി നൽകിയത്. ADGP സുദേശ് കുമാറിന്റെ മകൾക്കെതിരെ നിർണായക തെളിവായ മെഡിക്കൽ രേഖ പീപ്പിൾ TV പുറത്തുവിട്ടു. സ്നിഗ്ധയ്ക്ക് അപകടമുണ്ടായത് പോലീസ് വാഹനം ഇടിച്ചല്ല, മറിച്ച് ഓട്ടോ തട്ടിയാണെന്ന് ആശുപത്രി രേഖ. പോലീസിന് നൽകിയ മൊഴിയിൽ ഗവാസ്കർ വാഹനം ഇടിച്ച് അപകടം വരുത്തിയെന്ന് മൊഴി. കാലിലൂടെ വാഹനം കയറിയതിന്റെ ഒരു ലക്ഷണവും സ്നിഗ്ധയുടെ റിപ്പോർട്ടിൽ ഇല്ലായിരുന്നുവെന്ന് ചികിത്സിച്ച ഡോക്ടർ പീപ്പിളിനോട് പറയുന്നു. റിപ്പോർട്ടിലേക്ക്. ADGP സുധേഷ് കുമാറിന്റെ മകൾ സ്നിഗ്ധയ്ക്കെതിരെ നിർണായക തെളിവായ മെഡിക്കൽ രേഖയാണ് പീപ്പിൾ TV പുറത്തുവിട്ടത്. കേസിലെ പ്രതിയായ സ്നിഗ്ധ പോലീസ് ഡ്രൈവറായ ഗവാസ്കറെ മർദ്ദിച്ചതിന് പിന്നാലെ കൗണ്ടർ കേസ് നൽകാൻ തലസ്ഥാനത്ത് ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. കാലിൽ ഓട്ടോ ഇടിച്ചതിനെ തുടർന്നുണ്ടായ പരിക്കെന്നാണ് അസ്ഥിരോഗ വിദഗ്ധനായ ഡോക്ടർ ഹരിയോട് സ്നിഗ്ധ പറഞ്ഞത്. എന്നാൽ കാലുകളിലൂടെ വാഹനം കയറിയെന്ന സ്നിഗ്ധയുടെ മൊഴി കളവെന്ന് അനുമാനിക്കേണ്ടതായി വരും. നടത്തിയിൽ ഞാൻ അസ്വാഭാവികതയൊന്നും ശ്രദ്ധിച്ചില്ല. അങ്ങനെ നടത്തിയിലൊട്ടും തന്നെ നടക്കുന്നുണ്ടായിരുന്നു. അമ്മ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ഡെഫിനറ്റ്ലി എക്സാമിൻ ചെയ്യുമ്പോൾ പുറമേ മാർക്കുകൾ അങ്ങനെ എക്സ്റ്റേണൽ മാർക്സ് അങ്ങനെ ഓരോ ചതവായിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നും കാണുന്നില്ലായിരുന്നു. ഒരു വാഹനം കയറി ഇറങ്ങിയതായി തോന്നുന്നു. വാഹനം കയറി ഇറങ്ങിയായിട്ട് എനിക്ക് പുറമേ ഉള്ള ഒരു നിരീക്ഷണത്തിലില്ല. വാഹനം കയറി ഇറങ്ങുവാണെങ്കിൽ ഒന്നാമത്തെ കാര്യമായിട്ടുള്ള ചതവ് പുറമേ തന്നെ കാണാൻ പറ്റും. ടയറാണ് കയറുന്നുണ്ടെങ്കിൽ ടയർ മാർക്സ് കാണപ്പെടും, ഒരവ് കാണാം. നാച്ചുറലി ടയർ കയറുമ്പോൾ നമ്മൾ കാല് പുറത്തോട്ട് വലിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ട്രാക്ഷൻ ഇഞ്ചുറീസ്, ക്രഷ് ഇഞ്ചുറീസ് വരാം. ടയർ മാർക്സും അബ്രേഷൻസൊക്കെ കാണാൻ സാധ്യത ഉള്ളതാണ് സാധാരണ. ഓട്ടോറിക്ഷ തട്ടിയിൽ വെച്ചെന്ന് അമ്മയും പറഞ്ഞു, മോളും പറഞ്ഞു. എക്സ്റേ എടുത്തെങ്കിലും നേരിയ ചതവ് മാത്രമുള്ളതിനാൽ കുഴപ്പമൊന്നുമില്ലെന്ന് ഡോക്ടർ മെഡിക്കൽ രേഖയിൽ രേഖപ്പെടുത്തി. എന്നാൽ വനിതാ സർക്കിൾ ഇൻസ്പെക്ടർക്ക് സ്നിഗ്ധ മൊഴി നൽകിയപ്പോൾ നിലപാട് മാറ്റി. ഗവാസ്കർ വാഹനം മുൻപോട്ടെടുത്തെന്നും ഇടതുകാലിന് പരിക്കേറ്റെന്നും മൊഴി മാറ്റി. ഗവാസ്കർ ആക്രമിച്ചുവെന്ന് വരുത്തി തീർക്കാനുള്ള ADGPയുടെ കുടുംബത്തിന്റെ ശ്രമം തികച്ചും കളവെന്ന് തെളിയിക്കുന്ന മെഡിക്കൽ രേഖയും ഡോക്ടറുടെ മൊഴിയുമാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത്. ഡോക്ടർ ഹരിയിൽ നിന്നും മൊഴി രേഖപ്പെടുത്തിയ ക്രൈംബ്രാഞ്ച് ആശുപത്രി രേഖയും പിടിച്ചെടുത്തിട്ടുണ്ട്. FIR സ്റ്റേറ്റ്മെന്റും ആശുപത്രി രേഖയും തമ്മിൽ വലിയ പൊരുത്തക്കേടുകളുള്ളത് ക്രൈംബ്രാഞ്ച് ഗൗരവത്തിലാണ് എടുത്തിരിക്കുന്നത്. S. ജീവൻകുമാർ, തിരുവനന്തപുരം. ADGP സുദേശ് കുമാറിന്റെ മകൾ സ്നിഗ്ധ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഇതിന്റെ ഭാഗമായി ADGPയും മകളും കൊച്ചിയിലെത്തി മുതിർന്ന അഭിഭാഷകൻ വിജയ് ഭാനുവുമായി കൂടിക്കാഴ്ച നടത്തി. തിങ്കളാഴ്ച കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കാനാണ് തീരുമാനം. ADGPയുടെ ഡ്രൈവർ ഗവാസ്കറുടെ പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം സ്നിഗ്ധയ്ക്കെതിരെ കേസെടുത്തിരുന്നു. സ്നിഗ്ധയുടെ മൊഴിയിൽ പൊരുത്തക്കേടുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇതേ തുടർന്നാണ് അറസ്റ്റ് തടയാൻ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഗവാസ്കറിന്റെ പെരുമാറ്റം മോശമാണെന്ന് തന്റെ പിതാവിനോട് പറയുകയും ഇത് പിതാവ് ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യമാണ് ഗവാസ്കറിന്റെ പരാതിക്ക് പിന്നിലെന്നും സ്നിഗ്ധ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാട്ടും. ഗവാസ്കർ തന്റെ കൈക്ക് കയറി പിടിച്ചെന്നും വാഹനം ഇടിപ്പിക്കാൻ ശ്രമിച്ചെന്നും ഹർജിയിൽ സൂചിപ്പിക്കും. സംസ്ഥാനത്ത് ക്യാമ്പ് ഫോളോവർമാരുടെ നിയമനം PSCക്ക് വിടുന്നു. ലാസ്റ്റ് ഗ്രേഡ് സെർവന്റിന് സമാനമായ ശമ്പള സ്കെയിലിൽ നിയമനം നടത്തുന്നതിന് നിയമം ഭേദഗതി ചെയ്യും.
മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് തീരുമാനം. സംസ്ഥാനത്ത് ക്യാമ്പ് ഫോളോവർമാരെ നിയമിക്കുന്നതിന് നിലവിൽ പ്രത്യേക നിയമങ്ങളില്ല. ലാസ്റ്റ് ഗ്രേഡ് സെർവന്റ് തസ്തികയ്ക്ക് തുല്യമായാകും ഇവർക്ക് നിയമനം നൽകുക. ഇതിനായി ലാസ്റ്റ് ഗ്രേഡ് സർവീസ് റൂൾ ഭേദഗതി ചെയ്യണം. ഇക്കാര്യം പരിശോധിച്ച് കരട് തയ്യാറാക്കാൻ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന് നിർദ്ദേശം നൽകി. നിലവിൽ 1200ഓളം ക്യാമ്പ് ഫോളോവർമാരാണ് സംസ്ഥാനത്ത് ജോലിയെടുക്കുന്നത്. എന്നാൽ ഇവർക്ക് കൃത്യമായ ശമ്പള സ്കെയിലോ ജോലിയിൽ സമയക്ലിപ്തതയോ പ്രത്യേക അലവൻസുകളോ ലഭിക്കുന്നില്ല. അലവൻസുകൾ ഉൾപ്പെടെയുള്ള അവകാശം സംരക്ഷിക്കണമെങ്കിൽ ലാസ്റ്റ് ഗ്രേഡ് സെർവന്റ് തസ്തികയ്ക്ക് തുല്യമായി നിയമനം നൽകണം. ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കാനാണ് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പോലീസ് നല്ല രീതിയിലാണ് കേസ് അന്വേഷിക്കുന്നതെന്ന് ജസ്നയുടെ പിതാവ് ജെയിംസ് പറഞ്ഞു. പോലീസ് അന്വേഷിക്കുന്ന വഴിയിൽ ചില അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും പോലീസ് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ അന്വേഷണം നടത്തുന്നുണ്ടെന്നും മകൾ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് പൂർണ്ണ വിശ്വാസമുണ്ടെന്നും ജെയിംസ് പറഞ്ഞു. ഞങ്ങളുടെ കൊച്ചിനെ കണ്ടുകിട്ടാൻ വേണ്ടി ഞങ്ങൾ ഏത് രീതിയിലുള്ള വഴികളിലും സ്വീകരിക്കും. കേരള പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ആദ്യം വീഴ്ച പറ്റി, പക്ഷേ അവർ നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമാണല്ലോ ഇപ്പം ഊഹാപോഹ കഥകൾ പോലീസ് ബോക്സ് വെച്ചെടുത്തെല്ലാം വന്ന് അവർ ആ ബോക്സ് പൊട്ടിച്ചപ്പോൾ പോലീസിനുണ്ടായ ഡൗട്ടുകൾ ഇന്നടത്തുണ്ടെന്ന് പറയുമ്പോൾ അതെല്ലാം അനുസരിച്ച് അവർ പോകുന്നുണ്ടല്ലോ. അവരെല്ലാം അതിനനുസരിച്ച് പോകുന്നുണ്ട്. അപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ വഴി, കൊച്ചിനെ കണ്ടുപിടിക്കാനുള്ള വഴി ശരിയല്ല. വഴി ശരിയായിരുന്നെങ്കിൽ അവർ ബോക്സ് വെച്ചെടുത്ത് അല്ല പോകേണ്ടത്, അല്ല പറയുമ്പോൾ ഞങ്ങളുടെ സൈറ്റിൽ കൂടെ അല്ല പോകേണ്ടത്. പക്ഷേ പോലീസിന് അത് അന്വേഷിക്കാതിരിക്കാനും പറ്റത്തില്ല. ആൾക്കാർ പറയുന്നതനുസരിച്ച് അന്വേഷിക്കാതിരിക്കാൻ പറ്റത്തില്ല. അത് എന്താ അങ്ങനെ ഞങ്ങൾ പറഞ്ഞതാണല്ലോ തെളിവുകളെന്ന് പറഞ്ഞപ്പോൾ അതാണല്ലോ ഈയിടെ SP അദ്ദേഹം പറഞ്ഞു, 7 സൂചനയുള്ള കത്തുകൾ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. 7 കത്ത് നല്ല സൂചനയുള്ളതാണ്, അന്വേഷണത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അപ്പോൾ അത് വെച്ച് അവരെന്തായാലും അന്വേഷിക്കും. ഞങ്ങളുടെ കൊച്ചിനെ കിട്ടുന്നവരെ ഞങ്ങൾ എല്ലാ ഭാഗത്തും ഞങ്ങൾ CBI അന്വേഷണത്തിന് വിടണമെന്ന് തന്നെ ഞങ്ങൾ കോടതി ഹർജി കൊടുത്തിട്ടുണ്ട്. ആക്ഷൻ കൗൺസിലുകാരുടെ സമീപനം നമുക്ക് കൂടുതലായിട്ട് പറയാൻ പറ്റത്തില്ല. അവർ ഏത് രീതിയിലാണ് അതിനെ എടുക്കുന്നതെന്ന് എനിക്കറിയില്ല. ആക്ഷൻ കൗൺസിലുകാരെ മൊത്തമായിട്ട് നമ്മളൊന്നും പറയുന്നില്ല. നമുക്ക് അവരെക്കുറിച്ചൊന്നും പറയാമല്ല. അവരാരും നമ്മുടെ വീട്ടിൽ വന്ന് ഇവിടെ അന്വേഷിക്കുകയോ ഞങ്ങളുടെ വീടിൻ്റെ പരിസരത്തൊന്നും ഇതുവരെയായിട്ട് അവർ വന്ന് അന്വേഷിക്കുകയോ ചോദിക്കുകയോ ചെയ്തിട്ടില്ല. അവരുടെ എന്താ ചിന്താഗതി വെച്ച് അവരന്വേഷിക്കുന്നു. അവരതിൻ്റെ വഴിക്ക് പോകുന്നു. ഞങ്ങളെ അവർ വിളിച്ചിട്ടില്ല, ഞങ്ങളോട്ട് പോയിട്ടുമില്ല. മകൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും. ബിൽഡിങ്ങിനകത്ത് പരിശോധന നടത്തിയാൽ ഇപ്പം ചേട്ടൻ പറഞ്ഞല്ലോ, ഇപ്പം പൊട്ടി പൊളിച്ചോ എങ്ങനെ വേണേലും അന്വേഷിച്ചോ പറയുന്നുണ്ട്. അപ്പം മോള് പോകാനുള്ളൊരു സാധ്യത പിന്നെ വേറെ ഏതാണ്? ട്രാപ്പിൽപ്പെട്ട് പോകാം, അത് നമുക്ക് പറയാൻ പറ്റില്ല. അല്ല, മോള് ജീവിച്ചിരിപ്പുണ്ടെന്ന് ഇത്രയും വിശ്വസിച്ച് പറയുന്നത് അതുകൊണ്ടാണ് ട്രാപ്പിലാക്കി മാറ്റി നിർത്തുന്നുണ്ടോ എന്നുള്ള അർത്ഥത്തിൽ തന്നെ പറഞ്ഞു. അങ്ങനെ ആരെങ്കിലും സംശയമുണ്ടോ? സംശയം ഇല്ല, സംശയിക്കാൻ പറ്റത്തില്ല. ട്രാപ്പിൽ കൊണ്ടുപോയി കാണാം, മാറ്റി നിർത്തുണ്ടാകാം. ഒരു സുഹൃത്തിൻ്റെ കാര്യം പറയുന്നത്, ഇവർ 4 പിള്ളേരാണ്, 3 പെങ്കൊച്ചും എൻ്റെ മോളും, അങ്ങനെ 4 പേരും ഒരു സുഹൃത്ത് പയ്യനുണ്ട്. അവരെല്ലാം ഒന്നിച്ച് തന്നെ. അവർക്കൊന്നും ദുസൂചനയായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഇവനെ ഫോൺ വിളിച്ചതായിട്ട് സൂചന വരുന്നതുകൊണ്ട് പോലീസ് ആ ഭാഗത്ത് ചിന്തിക്കുന്നുണ്ട്. പത്തനംതിട്ടയിൽ നിന്ന് കാണാതായ ജസ്ന മലപ്പുറം കോട്ടക്കുന്ന് ടൂറിസം പാർക്കിൽ എത്തിയതായി സംശയം. ജസ്നയുടേതെന്ന് സംശയിക്കുന്ന ഫോട്ടോ ദൃക്സാക്ഷി അന്വേഷണ സംഘത്തിന് കൈമാറി. കോട്ടക്കുന്നിലെയും സമീപത്തെയും CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചെങ്കിലും ജസ്നയാണെന്ന് സ്ഥിരീകരിക്കാനുള്ള തെളിവുകൾ ലഭ്യമായില്ല. അതേസമയം വാർത്ത നിഷേധിച്ച് പാർക്കിന്റെ മാനേജറും രംഗത്തെത്തി. മെയ് 3-നാണ് ജസ്ന മലപ്പുറം നഗരത്തോട് ചേർന്നുള്ള കോട്ടക്കുന്ന് ടൂറിസം പാർക്കിലെത്തിയതായി വിവരം ലഭിച്ചത്. രാവിലെ 11 മണി മുതൽ രാത്രി 8 വരെ മറ്റൊരു പെൺകുട്ടിക്കൊപ്പം ജസ്നയെന്ന് തോന്നിക്കുന്ന ഒരാൾ പാർക്കിലുണ്ടായിരുന്നതായി സാമൂഹ്യ പ്രവർത്തകൻ ജസ്ഫർ അന്വേഷണ ഉദ്യോഗസ്ഥരെ അറിയിച്ചു. ഇവരെടുത്ത ഫോട്ടോയും കൈമാറിയിട്ടുണ്ട്. കൂർത്തയും ഷാളും ജീൻസുമായിരുന്നു വേഷം. നമുക്കിപ്പോഴും 100% ഉറപ്പില്ല. പക്ഷേ ആ ചാനലിൽ കണ്ട മുഖമായിട്ട് ഒരുപാട് രൂപസാദൃശ്യമുള്ള ഒരു കുട്ടി മെയ് 3-ാം തീയതി കറക്റ്റായിട്ട് പറയാൻ കാരണം ഞങ്ങളുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു കോട്ടക്കുന്നിൽ. അപ്പോൾ ഞങ്ങളുടെ വീൽ ചെയറിലുള്ള ഒരു കൂട്ടം ആളുകളുടെ ഒരു വൈകുന്നേരം ഒരു സാധനം ഞങ്ങൾ ഒന്നിച്ച് കൂടാൻ തീരുമാനിച്ചതായിരുന്നു. അപ്പം അങ്ങനെ പോയിരുന്ന സമയത്ത് മനോരമയുടെ ഒരു മഴ വീടുണ്ട് കോട്ടക്കുന്നിൻ്റെ മുകളിൽ. അപ്പോൾ അതിനകത്ത് എന്താ പറയുക, കുറേ അങ്ങനെ പ്രത്യേകിച്ചൊരു തിരക്കൊന്നും ഇല്ലാതെ ഇരിക്കുന്ന 2 കുട്ടികളെ. അപ്പോൾ എല്ലാവരും അവരെ ശ്രദ്ധിക്കുന്നുണ്ട്. അവരുടെ വേഷവും അവരുടെ മറ്റു കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഞാൻ മാത്രമല്ല, അവിടെ അന്ന് കൂടിയ ആളുകളെല്ലാം. എന്നാൽ CCTV പരിശോധിച്ചെങ്കിലും ദൃശ്യങ്ങൾ സ്ഥിരീകരിക്കാനായില്ലെന്ന് പാർക്ക് മാനേജർ അൻവർ പറഞ്ഞു.
KSRTC ബസ് സ്റ്റാൻഡിലെത്തി ഓട്ടോയിൽ കോട്ടക്കുന്നിലെ 2ാം കവാടം വഴി പാർക്കിലെത്തിയെന്നാണ് കരുതുന്നത്. KSRTC പരിസരത്തെ വ്യാപാര സ്ഥാപനങ്ങളിലെ CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. പത്തനംതിട്ടയിൽ നിന്നുള്ള അന്വേഷണ സംഘത്തിന് ഈ വിവരങ്ങൾ കൈമാറും. മെയ് ആദ്യത്തിൽ ജസ്നയെ കാണാതായ വാർത്തകൾ ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല. മാധ്യമങ്ങളിൽ വാർത്തയും ചിത്രങ്ങളും കണ്ടതോടെയാണ് സംശയം ബലപ്പെട്ടത്. ബാംഗ്ലൂരിൽ നിന്ന് വയനാട് വഴി ജസ്ന സഞ്ചരിച്ചുവെന്ന സംശയം ബലപ്പെടുത്തുന്നതാണ് പുതിയ തെളിവുകൾ. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ജസ്നയെ മലപ്പുറം കോട്ടക്കുന്ന് പാർക്കിൽ കണ്ടെന്ന് പാർക്കിലെ ജീവനക്കാരന്റെ മൊഴി. അതേസമയം ജസ്നയുടേതെന്ന് കരുതുന്ന ഫോട്ടോ പാർക്കിലെ ജീവനക്കാർ പോലീസിന് കൈമാറി. നമുക്കിപ്പോഴും 100% ഉറപ്പില്ല. പക്ഷേ ആ ചാനലിൽ കണ്ട മുഖമായിട്ട് ഒരുപാട് രൂപസാദൃശ്യമുള്ള ഒരു കുട്ടി മെയ് 3-ാം തീയതി കറക്റ്റായിട്ട് പറയാൻ കാരണം ഞങ്ങളുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു കോട്ടക്കുന്നിൽ. അപ്പോൾ ഞങ്ങളുടെ വീൽ ചെയറിലുള്ള ഒരു കൂട്ടം ആളുകളുടെ ഒരു വൈകുന്നേരം ഒരു സാധനം ഞങ്ങൾ വന്ന ഓഖി ദുരന്തത്തിന് ഇരയായവർക്ക് കൃത്യസമയത്ത് സഹായമെത്തിച്ച് സംസ്ഥാന സർക്കാർ മാതൃകയായെന്ന് ആർച്ച് ബിഷപ്പ് ഡോക്ടർ സൂസപാക്യം. കേരള സർക്കാർ നൽകിയ വാഗ്ദാനം മാതൃകയാക്കിയാണ് തമിഴ്നാട് സർക്കാരിനോടും തങ്ങൾ സഹായം അഭ്യർത്ഥിച്ചതെന്നും സൂസപാക്യം പറഞ്ഞു. തിരുവനന്തപുരം അതിരൂപതയുടെ സാമൂഹിക സുരക്ഷാ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ പരിപാടിയിൽ പങ്കെടുത്തു. സർക്കാരിനെ പറ്റി തന്നെ ഒരു കാര്യം പറയാനായിട്ട് ഞാൻ നോക്കിയായിരുന്നു. സർക്കാരിനെ ഞാൻ വിമർശിച്ചു കളഞ്ഞു എന്നുള്ള ആ ശക്തമായിട്ടുള്ള ആരോപണങ്ങളൊക്കെ എല്ലാം പലരെയൊക്കെ എല്ലാം ഉന്നയിക്കുന്ന ഒരു അവസരമാണിത്. 10 ലക്ഷം എന്നുള്ളത് ഈ ഒറ്റയടിക്ക് 20 ലക്ഷം ആക്കാനുള്ള ആ ഹൃദയ വിശാലത സർക്കാർ കാണിച്ചു. അതുപോലെ തന്നെ കാണാതെ പോയ ആൾക്കാർ തീർച്ചയായിട്ടും 5-6 കൊല്ലം കഴിഞ്ഞിട്ടല്ലാതെ അവർക്ക് വേറെ ധനസഹായം കൊടുക്കുന്ന പതിവില്ല. പക്ഷേ അവരെയും മരിച്ചവരായിട്ട് കണക്കാക്കി മരിച്ചവർക്ക് കിട്ടുന്ന ധനസഹായം കൊടുക്കാമെന്ന് ആ ഒരു അടിയന്തര പ്രമേയത്തിലൂടെ തന്നെ ഈ സർക്കാർ നിശ്ചയിച്ചത് അതുകൊണ്ടാണ്. പിന്നെ അത് കൂടാതെ ഒരുപാട് വാഗ്ദാനങ്ങൾ ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. ഞാൻ ഈ കേരള സർക്കാർ ചെയ്ത വാഗ്ദാനങ്ങളുടെ മറവിലാണ് തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയെയും ബന്ധപ്പെട്ടവരെയും ചെന്ന് കാണാനും അവിടെയും നമുക്ക് സ്വാധീനം ചെലുത്താനും ഒക്കെ സാധിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സംഘടനാ സ്വാതന്ത്ര്യത്തിനായി നിയമനിർമ്മാണം നടത്തുമെന്ന സംസ്ഥാന സർക്കാരിന്റെ നിലപാട് സ്വാഗതാർഹമെന്ന് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശശികുമാർ പറഞ്ഞു. കൊല്ലത്ത് SFI സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ശശികുമാർ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സംഘടനാ സ്വാതന്ത്ര്യത്തിനായി നിയമനിർമ്മാണം നടത്തുമെന്ന സംസ്ഥാന സർക്കാരിന്റെ നിലപാട് സ്വാഗതാർഹമെന്ന് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശശികുമാർ പറഞ്ഞു. ഭരണഘടന പ്രതിദിനം ആക്രമിക്കപ്പെടുന്നു. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ പ്രതിരോധിക്കുന്നതിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ദേശീയ രാഷ്ട്രീയ പാർട്ടികൾ പിന്നിലാണ്. എത്ര വിമർശനമുയർന്നാലും മാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് നല്ലതല്ലെന്നും ശശികുമാർ പറഞ്ഞു. Politics on the campuses of Kerala, and that I think is a very, very important note, very, very important subject. Of late, we have been finding that there is a tendency to depoliticize our campuses, to see the political class as something which is not to be encouraged, particularly in campus life and student life. This is an attack not only on democracy, not only on the rights of citizens or students, it is a consequence of the entire market model that has taken hold of all our lives. രാജീവ് ഗാന്ധിയുടെ നിർദ്ദേശത്തിൽ തുടങ്ങിയതാണ് പ്രധാന സമയത്ത് ദൂരദർശനിൽ രാമായണ പരമ്പര. സമാധാനത്തിന്റെ രാമായണത്തിൽ നിന്ന് മാറി യുദ്ധത്തിന്റെ രാമായണം അവതരിപ്പിച്ചു. സമാധാനത്തിന്റെ മതമായ ഹിന്ദുത്വത്തെ തിരിച്ചെഴുതിയെന്നും ശശികുമാർ കുറ്റപ്പെടുത്തി. 575 പ്രതിനിധികൾ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി M. വിജിന്റെ പ്രവർത്തന റിപ്പോർട്ടിന്മേലും അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി വിക്രം സിംഗിന്റെ സംഘടനാ റിപ്പോർട്ടിന്മേലും ചർച്ച നടക്കും. 24-ന് സമ്മേളനം പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കും. ന്യൂസ് ബ്യൂറോ, കൊല്ലം. നിക്ഷേപകരെയും ഇടപാടുകാരെയും ആശങ്കയിലാക്കി കോട്ടയത്ത് സ്വർണ്ണ പണമിടപാട് സ്ഥാപനം അടച്ചുപൂട്ടി. കുന്നംകുളത്തിൽ ജുവല്ലേഴ്സ് ആൻഡ് ബാങ്കേഴ്സ് കോടിക്കണക്കിന് രൂപയുടെ ബാധ്യതയെ തുടർന്ന് അടച്ചുപൂട്ടുകയായിരുന്നു. ആയിരക്കണക്കിന് നിക്ഷേപകരാണ് ഇതുമൂലം ആശങ്കയിലായിരിക്കുന്നത്. പണവും സ്വർണവും തിരികെ ആവശ്യപ്പെട്ട് ഇടപാടുകാരുടെ പരാതിയിൽ പോലീസ് വഞ്ചനാക്കുറ്റത്തിന് കേസെടുത്തു. കോട്ടയം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കുന്നത്തുകളത്തിൽ ജുവല്ലേഴ്സ് 2 ദിവസമായി തുറക്കാതെ വന്നപ്പോഴാണ് കബളിപ്പിക്കപ്പെട്ട വിവരം നിക്ഷേപകർ അറിയുന്നത്.
തിരുനക്കര തെക്കുംകോപുരം കുന്നത്തുകളത്തിൽ KV വിശ്വനാഥൻ, ഭാര്യ രമണി എന്നിവരാണ് ഉടമകൾ. കോട്ടയം, ചങ്ങനാശ്ശേരി, ചെങ്ങന്നൂർ എന്നിവിടങ്ങളിൽ ജ്വല്ലറിക്ക് പുറമെ കുന്നത്തുകളത്തിൽ ബാങ്കേഴ്സ്, ഫൈനാൻസിയേഴ്സ്, ഇൻവെസ്റ്റ്മെന്റ് സ്ഥാപനങ്ങളാണ് ഇവർക്കുള്ളത്. ഇവിടെ എപ്പോൾ വേണമെങ്കിലും നിക്ഷേപം തുടങ്ങുകയും ആവശ്യമുള്ളപ്പോൾ പിൻവാങ്ങുകയും ചെയ്യാമെന്നുള്ളതാണ് നിക്ഷേപകരെ ആകർഷിച്ചത്. എൻ്റെ മോന് ഒരു 7 ലക്ഷം രൂപയുടെ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. പിന്നെ എൻ്റെ സഹോദരിയുടെ നിക്ഷേപമുണ്ട്, മറ്റേ എൻ്റെ അനിയൻ്റെ ഭാര്യയുണ്ട്. ഇങ്ങനെ പല ആളുകളെ ഉണ്ട്. നല്ലൊരു എമൗണ്ട് എല്ലാവരും അവരവരുടെ രൂപത്തിലെ ശേഷിക്കനുസരിച്ച് നിക്ഷേപം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്നലെ വൈകുന്നേരം എനിക്കൊരു ഓൺലൈനിൽ നിന്നൊരു മെസ്സേജ് വന്നു, ഇങ്ങനെ പോലെ ഈ സ്ഥാപനം പൊളിഞ്ഞെന്നുള്ള രൂപത്തിൽ. സ്ഥാപനത്തിലുള്ള സ്റ്റാഫിൻ്റെ വീട്ടിൽ പോയി. അത് കഴിഞ്ഞ് അവർ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി എഴുതി കൊടുത്തു. മൈക്രോ ഫിനാൻസ് സംഘങ്ങൾ ഉൾപ്പെടെ നിലവിൽ ചിട്ടിപിടിച്ചവരും പണം നിക്ഷേപിച്ചവരുമടക്കം 5100 ഇടപാടുകാരുണ്ട്. 7 പതിറ്റാണ്ടിലധികമായി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന് 136 കോടിയിലേറെ ബാധ്യത വന്നതോടെയാണ് നിക്ഷേപകർ കബളിപ്പിക്കപ്പെട്ടത്. പണവും സ്വർണവും തിരികെ ആവശ്യപ്പെട്ട് ഇടപാടുകാർ വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പരാതി നൽകി. കബളിപ്പിക്കപ്പെട്ട പരാതിയിൽ വഞ്ചനാകുറ്റമടക്കമുള്ള വകുപ്പുകൾ ഉൾപ്പെടുത്തി പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതിനിടെ ഉടമകൾ കോട്ടയം സബ് കോടതിയിൽ പാപ്പർ ഹർജി നൽകി. നോട്ട് നിരോധനവും GSTയും മൂലം ഉടലെടുത്ത പ്രശ്നങ്ങളാണ് പ്രതിസന്ധി ഉണ്ടാക്കിയതെന്നും ഹർജിയിൽ ഉടമകൾ പറയുന്നു. സ്ഥാപന ഉടമകളായ KV വിശ്വനാഥനും ഭാര്യ രമണിയും ഒളിവിലാണെന്നാണ് ഇടപാടുകാരുടെ ആരോപണം. ന്യൂസ് ബ്യൂറോ, കോട്ടയം.